കാട്ടുപന്നിയെ വെടിവെക്കാൻ കേരളത്തിലെ സർക്കാരിന് where there's a will there's a way. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. എൻ്റെ അഭിപ്രായം ഇപ്പൊ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ത്തിയാൽ ലൈസൻസ് ഉള്ള തോക്ക് വേണം. കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ള തോക്കുണ്ടോ? റോയി ഒരാൾക്കാണ്. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെ ഒരാൾക്കാണ് ലൈസൻസ് തോക്ക്. പിന്നെ എവിടെ നിന്ന് പന്നിയെ വെടിവെക്കും? എൻ്റെ അഭിപ്രായത്തിൽ CP ജോൺ പന്നിയെ വെടിവെച്ചാൽ അതിനിപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. എൻ്റെ അഭിപ്രായത്തിൽ അബു മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെയും KPC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും AIC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, UDF വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം. കുരങ്ങിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയില്ല. കുരങ്ങിന്റെ കാര്യത്തിൽ അതിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞു, ആർലത്ത് പ്രസംഗിച്ചോ പറഞ്ഞു, MP-മാരുടെ യോഗം വിളിക്കുമെന്ന് പറഞ്ഞു. MP-മാരുടെ യോഗം വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട MLA-മാരെയും എന്നെയും റോജിയെയും ഉൾനാടനെയും അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെട്ട ശ്രേയസിനെയും സജീവ് ജോസഫിനെയും പയ്യാവൂരിലൊക്കെ രൂക്ഷമായിട്ട് വിഷയമുണ്ട്. ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയാൽ ഞങ്ങൾ ഈ ജീവിക്കുന്ന രക്തസാക്ഷികളോടൊപ്പമാണ്. അതിനുള്ള ഒരു വികാരം ഉണർത്താൻ, സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമാണ് ഈ ജാഥ. ആ ജാഥയ്ക്ക് നിങ്ങൾ നൽകിയ ഹൃദയത്തിൽ ചാലിച്ച ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്